എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എന്താണ് ആർട്ടിക്കിൾ 2 എന്ന് പരിശോധിക്കാം. ആർട്ടിക്കിൾ 2 പറയുന്നത് അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എന്നാണ്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക. ആ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ബോർഡറിന് പുറത്തുള്ള ഏതെങ്കിലും പുതിയ ടെറിട്ടറി അല്ലെങ്കിൽ പുതിയ ഭൂപ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനും അങ്ങനെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള അധികാരം കൊടുക്കുന്നത് പാർലമെൻറ്റിനാണ്. അതിനാവശ്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻ വ്യവസ്ഥകളൊക്കെ പാർലമെൻറ്റിന് തീരുമാനിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 2 അറിയപ്പെടുന്നതിനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ അകത്തേക്ക് കടക്കുവാനുള്ള പ്രവേശന കവാടമായിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ 2 കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ 2 ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമുക്കറിയാം അത് പൂർണ്ണമായിരുന്നില്ല ഇന്ത്യയുടെ മാപ്പ്. ആ പ്രൈമേഴ്സ് തീരുമാനിച്ചത് ഇതിൻ്റെ ബോർഡർ അതിർത്തി എന്ന് പറയുന്നത് അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഒരു ഫിക്സഡ് ആയിരിക്കാൻ പാടില്ല, അതൊരു എക്സ്പാൻഡബിൾ ആയിരിക്കണം. ഉദാഹരണത്തിന് ഫ്രഞ്ച് അധീനതയിലുള്ള പ്രദേശങ്ങളും അതുപോലെ പോർട്ടുഗീസ് അധീനതയിലുള്ള ഗോവ പോലുള്ള പ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നിരുന്നില്ല 1950 ജനുവരി 26 ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു അവസ്ഥ ഭാവിയിൽ ചേരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ആർട്ടിക്കിൾ 2 എന്ന ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആർട്ടിക്കിൾ 2 പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരം കൊടുക്കുന്നുണ്ട്. ഏതൊരു പ്രദേശത്തെയും ഇന്ത്യക്ക് പുറത്തുള്ള ബോർഡറിന് പുറത്തുള്ള ഏതൊരു പ്രദേശത്തെയും ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കാം. അതിനുള്ള അധികാരം കൊടുക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. അതിനനുസരിച്ചാണ് സിക്കിം, നമുക്കറിയാം 1975 22ാമത്തെ സംസ്ഥാനമായി സിക്കിം 36ാം ഭരണഘടനാ ഭേദഗതിയോടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. അതുപോലെ പിന്നീട് ഗോവയും അതുപോലെ പോർട്ടുഗീസ് അധീന പ്രദേശങ്ങളും അതുപോലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുമായി ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കേസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസ് സുപ്രീം കോടതി വന്നത് ബർബാരി കേസാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഇന്ത്യൻ യൂണിയൻ ചേർക്കുന്നത് പോലെ ഈസിയാണോ ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ എന്നൊരു സംശയം ഉയർന്നു വന്നു. ഉദാഹരണത്തിന് 1958 നെഹ്റു നൂൺ എഗ്രിമെൻറ്റ് പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ബർബാരി എന്നറിയപ്പെടുന്ന പശ്ചിമ ബംഗാളിലെ ഒരു ചെറിയ ഭൂപ്രദേശം, അതിർത്തി പ്രദേശം പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതെങ്ങനെ വിട്ടു നൽകണം? അപ്പോൾ 143 ആർട്ടിക്കിൾ പ്രകാരം പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കാം. അതിനുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ അഡ്വൈസ് സ്വീകരിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, 368 ആർട്ടിക്കിൾ പ്രകാരം സ്പെഷ്യൽ മജോറിറ്റിയിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ എന്ന ഒരു നിയമം വന്നു. അതിനനുസരിച്ചാണ് 1960 ബർബാരി യൂണിയൻ പാകിസ്ഥാൻ വിട്ടുകൊടുത്തത്. പക്ഷേ ഇന്ന് അത് ബംഗ്ലാദേശിലാണ്. അത് ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടാണ് ബർബാരി ഉള്ളത്. ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്. അതറിയപ്പെടുന്നത് ഗേറ്റ് വേ ടു ഇന്ത്യ എന്നാണ്.